പിന്നെ എൻ്റെ മക്കളുടെ കാര്യം ഇച്ചിരി മദ്യപിക്കുന്ന പിള്ളേരായിരുന്നു, അതെല്ലാം മാറ്റിയെടുത്ത് ഇവിടുത്തെ അമ്മയാണ്. അതിൽ നിന്ന് എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ആത്മഹത്യയിൽ നിന്ന് ഒഴിവാക്കി തന്നത് ഇവിടുത്തെ അമ്പിയമ്മയും ഈ ദേവി ഈ ക്ഷേത്രമാണ്. ഈ മക്കളുണ്ടാത്തവരും കല്യാണം കഴിക്കാൻ പറ്റാത്തവരും ഒത്തിരി പേര് അവരൊക്കെ വരുന്നുണ്ട്. അവർക്കൊക്കെ അനുഭവങ്ങളുണ്ട്. അത് മക്കളുണ്ടാകാഞ്ഞിട്ട് ഇവിടെ വന്ന് ഉണ്ടായി കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് റൂട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 28-ന് കെട്ടിയിട്ടുണ്ട്. പിന്നെ അവർ ഇവിടെ അന്നദാനം നടത്തിയിട്ടുണ്ട്. ഉറപ്പ്. അപ്പോൾ നമ്മളോട് ഒരുപാട് ഭക്തരെ കാണുന്നതിനിടയ്ക്ക് നമ്മൾ കണ്ട മറ്റൊരു ഭക്തയാണ്. അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് ആനന്ദവല്ലി. ആനന്ദവല്ലിയാണ് അമ്മയുടെ പേര്. അപ്പോൾ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. അമ്മയ്ക്ക് അമ്മയുടെ ഇവിടെ നമ്മൾ ക്ഷേത്രത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് 11 വർഷം 12ാമത്തെ വർഷമാണ് വരുന്നത്, സ്ഥിരമായിട്ട് വരുന്നത്. വരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കിട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ പറ്റുമോ? ഞാനേ പറയുന്നതിന് കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എൻ്റെ കടങ്ങളും എല്ലായിടത്തും ആത്മഹത്യ ചെയ്യാന്നുള്ള രീതിയിൽ വന്ന് ഞാൻ ആര്യക്കര ക്ഷേത്രത്തിൽ വന്ന് ആര്യക്കര നമ്മുടെ ഉത്സവത്തിന് പങ്കെടുത്തപ്പോൾ അവിടെ നിന്ന് കരഞ്ഞു നിന്നപ്പോൾ ഈ അമ്മ, ഇവിടുത്തെ അമ്മ എൻ്റെ പുറത്തോട്ടൊരു തട്ട് തട്ടിയിട്ട് പറഞ്ഞു, മോള് കരയേണ്ട, മോൾ എൻ്റെ അമ്പലത്തിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ തന്നെ ഈ അമ്പലത്തിൽ വരുന്നത്. ഇപ്പോൾ 14 വർഷമായി. ആത്മഹത്യ ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ പരികർമ്മയായിട്ട് എല്ലാ കാര്യങ്ങളും കഞ്ഞിവെപ്പും കറിവെപ്പും ഇവിടുത്തെ അമ്മയുടെ ഉടയാട കഴുകലും കൂട്ടുപാത്രം കഴുകലും അങ്ങനെയൊക്കെ ആയിട്ട് നിത്യം ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം തരുമായിരുന്നു. അങ്ങനെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ എനിക്ക് ഇവിടുത്തെ അമ്മയായിട്ടും ദേവിയായിട്ടും ഇവിടുത്തെ ഭഗവാന്മാരായിട്ടും ഇവിടെ വരുന്ന ഭക്തജനങ്ങളും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ എന്നെ ആത്മഹത്യയുടെ നിന്ന് ഒഴിവാക്കി തന്നത് ഇവിടുത്തെ അമ്പിയമ്മയും ഈ ദേവി ഈ ക്ഷേത്രമാണ്. അത് സത്യമായൊരു കാര്യം. പിന്നെ എൻ്റെ ഭർത്താവിന് പെട്ടെന്നൊരു അസുഖം എന്ന് അറ്റാക്ക് വന്നതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മരുന്ന് വാങ്ങിച്ച് കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് തന്നെ പറഞ്ഞു എനിക്ക് അമ്പലത്തിലൊന്ന് വരണമെന്ന് പറഞ്ഞ് വന്ന് ഇവിടുത്തെ അമ്മ അനുഗ്രഹിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നെ മാറ്റി നിർത്തി. എൻ്റെ കൂട്ടുകാരത്തിയോട് പറഞ്ഞ് 8 ദിവസം മാത്രമേ ഈ ആനന്ദയുടെ ഭർത്താവ് ജീവിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ എനിക്കറിയത്തില്ല എന്നാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ സന്തോഷത്തിന് അമ്മ ചരടൊക്കെ ചോദിച്ചെന്ന് അങ്ങനെ പോയി. 8-ൻ്റെ അന്ന് വെളുപ്പിനെ 4:30 ആയപ്പോൾ എൻ്റെ ഭർത്താവ് മരിക്കുക. എനിക്ക് 2 ആൺമക്കളാണ്. മക്കളെ പോലെ എൻ്റെ 2 ആൺമക്കളാണ്. അവരിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നതിനും. പിന്നെ എൻ്റെ മക്കളുടെ കാര്യം ഇച്ചിരി മദ്യപിക്കുന്ന പിള്ളേരായിരുന്നു, അതെല്ലാം മാറ്റിയെടുത്ത് ഇവിടുത്തെ അമ്മയാണ്. അതിൽ നിന്ന് എനിക്ക് ഭയങ്കര സന്തോഷം. ഒരുപാട് എനിക്ക് കിടക്കാനായിട്ട് സ്ഥലമില്ലാതെ വന്ന് എനിക്ക് 4 സെൻറ്റ് സ്ഥലം ഇവിടെ വന്നു കഴിഞ്ഞാണ് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടിയത്. പിന്നെ ഈ ക്ഷേത്രത്തിൽ നിന്ന് എനിക്കുണ്ടായ ഒരുപാട് 100-99% ഈ ക്ഷേത്രത്തിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഒരുപാട് ഭക്തർ ഇവിടെ വരും. ഈ ഇരിക്കുന്നവരുമൊക്കെ അവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ഇച്ചിരി ആണ് അങ്ങനെ വരാറ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ക്ഷേത്രത്തിൽ നിന്ന് പോകുന്ന ഒരു മാർഗ്ഗമില്ല. എൻ്റെ ജീവിതവും എൻ്റെ അവസാനവും ഇവിടെയാണ്. എൻ്റെ മക്കൾ എനിക്ക് നല്ല സപ്പോർട്ടാണ്. പിന്നെ ഒരുപാട് കാര്യം ഞങ്ങളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളൊന്നും പറയും, നമ്മുടെ വീട് നമ്മുടെ അമ്പലം എന്നുള്ള രീതിയിലാണ് എല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ ദേവിയുടെ ഉടയാട കഴുകൽ, കൂട്ടുപാത്രം കഴുകൽ, അതുപോലെ ഭക്ഷണം പാകം ചെയ്യൽ, വിളമ്പി കൊടുക്കൽ, പിന്നെ ഇപ്പോൾ അമ്മയുടെ ഊട്ടിനുള്ള സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക, എല്ലാം ഞങ്ങൾ ഈ ഇരിക്കുന്നവരെല്ലാം അതിന് സപ്പോർട്ടാണ്. അല്ലാതെ ഇവിടുത്തെ അമ്മയോ ഇവിടുത്തെ മക്കളോ ഇവിടുത്തെ അച്ഛനോ ഒരു തടസ്സവും ഞങ്ങൾക്ക് ഇന്നുവരെ പറഞ്ഞു. ഈ മക്കളുണ്ടാത്തവരും കല്യാണം കഴിക്കാൻ പറ്റാത്തവരും ഒത്തിരി പേര് അവരൊക്കെ വരുന്നുണ്ട്. അവർക്കൊക്കെ അനുഭവങ്ങളുണ്ട്. അത് മക്കളുണ്ടാകാഞ്ഞിട്ട് ഇവിടെ വന്ന് ഉണ്ടായി കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് റൂട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 28-ന് കെട്ടിയിട്ടുണ്ട്. പിന്നെ അവർ ഇവിടെ അന്നദാനം നടത്തിയിട്ടുണ്ട്. ഉറപ്പുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസിദ്ധീകരിക്കാനൊന്നും നമുക്കതിനുള്ള സാമ്പത്തികം ഇല്ല മോനെ. അതുകൊണ്ട് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാനോ TV യിൽ കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുമാനം കുറവ്. വരുന്നവരോട് നമ്മൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ മേടിക്കില്ല. പിന്നെ ഞാനൊരു വരെ 100 രൂപ കൊടുത്തു, അടുത്ത ആൾ വന്നൊരു 50 രൂപ കൊടുക്കണം. നമുക്കൊരു ക്ഷേത്രത്തിന് അങ്ങനെ ഉയർച്ച ഉണ്ടാവും. അങ്ങനെയുള്ളൊരു രീതിയാണ്. അല്ലാതെ അമ്മ എന്നാലും ഈ അമ്പലത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അമ്മ കടവും വിലയും മേടിച്ചാണെങ്കിലും അമ്മ ചെയ്യുന്നുണ്ട്. ഇവിടെ ദീപം കൊടുക്കാനും പൂജ അത് നമുക്ക് നിത്യപൂജയില്ല. നമുക്ക് ചൊവ്വായും വെള്ളിയും മാത്രമേ ചൊവ്വായും വെള്ളിയും മാത്രമേ ഉള്ളൂ. അത് നല്ല രീതിയിൽ തന്നെ അമ്മ കടം മേടിച്ചാണെങ്കിലും അമ്മ ചെയ്യുന്നുണ്ട്. ഞങ്ങളെക്കൊണ്ട് കഴിവുള്ള പോലെ നമ്മളും ഒക്കെ ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനെ കുട്ടികളില്ലാത്തവരാണെങ്കിലും രോഗങ്ങളായാലും ക്യാൻസർ പേഷ്യൻ്റ് ആയാലും
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഇതിൽ നടക്കുന്നു. അമ്മ അനുഗ്രഹിച്ച് പറയുന്ന കാര്യങ്ങൾ വാക്കാൽ തന്നെ അത് ആളുകളത് അംഗീകരിച്ച് പോകുന്നുണ്ട്. നല്ല ഇതായിട്ടൊക്കെ കാര്യങ്ങൾ. ഇവിടെ ശരിയും വെള്ളിയും ചൊവ്വയാണ് മെയിനായിട്ട് വരുന്നത്. അമ്മ ഗുരുവായൂരൊക്കെ പോയിട്ടുണ്ടോ? ഗുരുവായൂർ ഇവിടുത്തെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ആരും ഗുരുവായൂർ പോയിട്ടില്ല. പിന്നെ പഴനി യാത്ര ഇവിടെ വന്ന് കയറിയിൽ പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ ഒരുപാട് ഇവിടുത്തെ അമ്മ കൊണ്ടുപോകണം. ഗുരുവായൂർ പോയിട്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഗുരുവായൂർ ഞങ്ങൾ പോയെന്ന് പറയാനായിട്ട് എൻ്റെ ഒരു വല്യമ്മയുടെ മോൾ, എൻ്റെ ഒരു അപ്പച്ചിയുടെ മോളാണ്. പുള്ളിക്കാരത്തേക്ക് അവിടെ ചെന്ന് സംസാരിക്കത്തില്ലായിരുന്നു. ഇവിടുന്ന് അമ്മ കൊണ്ടുപോയി, അമ്മ ഇങ്ങ് പോന്നു. ഞങ്ങളവിടെ 3 ദിവസം നിന്ന്. പുള്ളി പയ്യെ ഭഗവാനെ കൃഷ്ണ എന്നുള്ളത് വെച്ച് ഇപ്പം ഒരുപാട് സംസാരങ്ങളാണ്. നമ്മളെപ്പോലെ സംസാരിക്കില്ല, എന്നാലും നല്ല ഒരു ഇതായിട്ട് വരുന്നുണ്ട്. ഇപ്പം കല്യാണക്കാരൊക്കെ വരുന്നുണ്ട്. സംസാരിക്കാതിരുന്ന ആളായ കൊണ്ട് കല്യാണക്കാർ വരുന്നില്ല. ഗുരുവായൂർ അത് ഇവിടുത്തെ അമ്മയായിട്ട് ഞങ്ങളെ കൊണ്ടുപോയതാണ്. ഇവിടുത്തെ അമ്മയല്ലാതെ ഞങ്ങൾ ഒരു ക്ഷേത്രത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല മോനെ, സത്യം പറയണം. ഇവിടുത്തെ അമ്മ ഞങ്ങളെ കൊണ്ടുപോകണം എല്ലാ ക്ഷേത്രം. അത് വണ്ടിക്കാശൊക്കെ അമ്മ തന്നെ എടുത്ത് ഞങ്ങളെ കൊണ്ടുപോകും. ഭക്ഷണത്തിനുള്ളതായാലും എന്നതായാലും. പുള്ളി ചിലപ്പോൾ ഇവിടുത്തെ അമ്മ കടം മേടിച്ചിട്ടായിരിക്കും വരുന്നത്, എന്നാലും ഞങ്ങൾക്ക് ഇന്ന് വരെ അതിനുള്ളൊരു കൂട്ടായ്മ അമ്മ വരുത്തിയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ അമ്മ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിന് ഇവിടുത്തെ അച്ഛനും മക്കളും അമ്മയെല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. പിന്നെ നമുക്ക് സാമ്പത്തികപരമായിട്ട് മാത്രം നമുക്ക് ഇവിടെ ഇച്ചിരി ബുദ്ധിമുട്ട്. ഈ കൃഷ്ണഭഗവാൻ എന്തായിരിക്കും എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടാൻ കാരണം? അത് നമുക്ക് നമ്മുടെ പ്രാർത്ഥന കൊണ്ടാകാം. ഇല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറയുന്നത് എല്ലാവരോടും സന്തോഷമല്ലേ ഭഗവാൻ. അപ്പോൾ എന്തോ നമ്മുടെ പ്രാർത്ഥന കൊണ്ടാകാം. അല്ലെങ്കിൽ കൃഷ്ണന് പെണ്ണുങ്ങളോടാണല്ലോ കാര്യം, അമ്മമാരോടും അങ്ങനെയാകാം. പക്ഷെ നമ്മുടെ പ്രാർത്ഥന നല്ല രീതിയിലായതുകൊണ്ട് ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഒരുപാടുണ്ട്. കൃഷ്ണ ഭഗവാൻ.